എല്ലാവരും ഹാപ്പി അല്ലേ? ഇന്ന് നമുക്ക് ഒട്ടും എണ്ണയില്ലാതെ പെട്ടെന്ന് കുഴച്ച് വെക്കേണ്ട, ഒന്നും ചെയ്യേണ്ട, ആട്ട മാത്രം മതി. ഉപ്പും വെള്ളം വേണം കേട്ടോ. അതെല്ലാം ചേർത്ത് എങ്ങനെ ഒരു ചപ്പാത്തി ഉണ്ടാക്കാമെന്നാണ്. അത് ഹെൽത്തിയായ ചപ്പാത്തിയാണ്. ഡയറ്റ് ചെയ്യുന്നവർക്കൊക്കെ ഇത് ബെസ്റ്റായിരിക്കും. ഇതൊരു 3-4 കഴിച്ചാലും പോലും അങ്ങനെ ഒരു ഹാർഡ്നെസ് ഫീൽ ചെയ്യില്ല. അത്ര സോഫ്റ്റാണതാ, ഞാൻ കാണിക്കുന്നുണ്ട്, കണ്ടോ? അപ്പോൾ നമുക്കതെങ്ങനെ ചെയ്യണമെന്ന് നോക്കാം. ആദ്യം നമ്മൾ ഒരു 2 ഗ്ലാസ് ആട്ടയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിന് വെള്ളം തിളപ്പിക്കണം കേട്ടോ. വെള്ളം തിളപ്പിക്കുമ്പോൾ തന്നെ അതിൽ ഉപ്പ് ചേർക്കുക. പിന്നെ തീ ഓഫ് ചെയ്യാതെ തന്നെ ഈ വെള്ളം ഒഴിച്ച് വേണം നമ്മൾ കുഴച്ചെടുക്കാൻ. വളരെ ശ്രദ്ധിക്കണം. ചൂട് നല്ല ചൂടുണ്ട്. നല്ല സ്പൂൺ എടുക്കണം, കട്ടിയുള്ള സ്പൂൺ ഇളക്കാനായിട്ട്. അതായത് ഇത് ഇളക്കുമ്പോൾ നല്ല ഹാർഡായിരിക്കും മാവ്. അപ്പോൾ സ്പൂൺ ഒടിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതുപോലെ കുറേശ്ശെ വെള്ളമൊഴിച്ച് നമ്മൾ കുഴയ്ക്കണം. ഇതിൽ പൊടിയൊന്നും ഒട്ടും പാടില്ല കേട്ടോ. ഈ നമ്മൾ എല്ലാം ഞാൻ കറക്റ്റായിട്ട് കാണിക്കുന്നുണ്ട്. എല്ലാം നിങ്ങൾ ചെക്ക് ചെയ്യണം. ഇത്രയും ഹെൽത്തി ആയിട്ട് എനിക്ക് കാണിക്കാൻ പറ്റുമോ ഇതുപോലെ എന്ന്. കാരണം ചില ഐറ്റമൊക്കെ നമുക്ക് കുട്ടികൾക്ക് കൊടുക്കാൻ എണ്ണയൊക്കെ ചേർക്കേണ്ടതായിട്ട് വരും, പഞ്ചസാര ചേർക്കേണ്ടതായിട്ട് വരും, എന്നാലേ അവർ കഴിക്കുള്ളൂ. ഞാൻ അതേ പോലും ഹെൽത്തിയായി ഫ്രൂട്ട്സും വെജിറ്റബിളൊക്കെ ചേർത്തുള്ള ഐറ്റങ്ങളാണ് മല്ലിച്ചപ്പ് കാണിക്കുന്നത്. അപ്പോൾ എല്ലാവരും അത്രയും നല്ല റെസിപ്പികൾ നിങ്ങൾക്ക് വേണ്ടി കാണിക്കുമ്പോൾ നിങ്ങൾ കാണണം. കണ്ടോ, ഇത് മാവ് കുഴയ്ക്കുമ്പോൾ അപ്പം തന്നെ മൂടി വെച്ച് ഒരു 5 മിനിറ്റ് പോലും വെയിറ്റ് ചെയ്യണ്ട. അപ്പോഴേക്കും എന്താ കുഴയ്ക്കുകയാണേ. കണ്ടോ, നമ്മൾ ഇലയുടെയൊക്കെ ഉണ്ടാക്കൂലേ, അതേ പാകത്തിന് കുഴച്ചെടുക്കണം. കൈ നനയ്ക്കുന്നത് എന്തിനാണെന്നറിയോ? ചൂട് ഉണ്ടാവും. ചെറിയ ചൂടോടുകൂടി തന്നെ കുഴയ്ക്കണം. ഡ്രൈ ആയി പോയാൽ പിന്നെ ഇത് കുഴച്ചാൽ ശരിയാവില്ല. ഇതുപോലെ കുഴച്ച് ഇത് നമ്മൾ പാത്രത്തിലേക്ക്, ഞാനിവിടെ നല്ല വൃത്തിയായി എല്ലാം പരത്താൻ നിങ്ങൾ കാണിക്കാൻ വേണ്ടിയാണ് ഇന്ന് ഇവിടേക്ക് മാറ്റിയത്. അപ്പോൾ ഇത് കുറച്ച് ഭാഗം എടുത്ത് മൂടി വെക്കണം കേട്ടോ. ബാക്കിയുള്ളത് നമ്മൾ പൊടി കുറേശ്ശെ പൊടി തൂവണേ. കൂടുതൽ പൊടിയിട്ട് കുഴച്ച് കഴിഞ്ഞാലല്ലേ ഹാർഡ്നെസ് വരെ. എല്ലാ സ്റ്റേജും നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം. ഞാൻ ആദ്യം പഠിക്കുമ്പോൾ ഒന്നും ശരിയാവില്ലായിരുന്നു. പിന്നെ റൗണ്ടൊക്കെ ചിലപ്പോൾ ശരിയാവില്ല. കാരണം ഇത് പെട്ടെന്ന് ഉണ്ടാക്കിയപ്പോഴാണ് നിങ്ങൾക്കത് കാണിക്കാൻ വേണ്ടി ഞാൻ വീഡിയോ എടുത്തത്. കാരണം ഞാൻ ഒറ്റയ്ക്ക് ഇതെല്ലാം ചെയ്യുമ്പോൾ എനിക്ക് വീഡിയോ എടുക്കാൻ ഉണ്ടാവില്ല. ഇന്നിപ്പം ഹസ്ബൻഡ് ഉണ്ടായിരുന്നു. അപ്പോൾ പെട്ടെന്ന് ഞാൻ ചെയ്യുകയാണ്. അതുകൊണ്ട് ഒത്തിരി റെസിപ്പികൾ പെൻഡിങ് വെച്ചിരിക്കുക. ജോലി കഴിഞ്ഞ് വന്നപ്പോൾ ഞങ്ങൾക്ക് ഉണ്ടാക്കിയ ചപ്പാത്തിയാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിക്കുന്നത്. അത്രയും സിമ്പിളാണിത്. നമ്മുടെ വീട്ടിലൊരു ഗസ്റ്റ് വന്നാലും അവർ എങ്ങനെ ഈ ചപ്പാത്തി ഉണ്ടാക്കിയെന്ന് ചോദിക്കും നിങ്ങളോട്. അത്രയും സോഫ്റ്റായിട്ട് ഇത് കിട്ടും. പിന്നെ 2 ദിവസം വരെ ഇത് നമുക്ക് ഇതേപോലെ കിട്ടും. പിന്നെ ചിലപ്പം യാത്രയൊക്കെ പോവുകയാണെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കി കൊണ്ടുപോവാം. കേട്ടോ, പരത്തുമ്പോൾ ഷേപ്പൊന്നും നോക്കണ്ട. വേണമെങ്കിൽ നമുക്ക് ഗസ്റ്റിനൊക്കെ ആകുമ്പോൾ നമുക്കൊരു പാത്രം എടുത്തിട്ട് വേണമെങ്കിൽ ഷേപ്പ് ചെയ്ത് ഉപയോഗിക്കാം കേട്ടോ. ഇതിപ്പം നമുക്ക് വീട്ടിലേക്ക് വേണ്ടി ഉണ്ടാക്കിയതുകൊണ്ട് ഞാനങ്ങനെ ഉണ്ടാക്കി. പെട്ടെന്നാവും കേട്ടോ. പരത്തിയെടുക്കുക. കല്ല് ആദ്യം നന്നായി ചൂടാവണം. പിന്നെ ഒന്ന് മീഡിയത്തിലേക്ക് വെച്ചിട്ട് പൊങ്ങി വരണമെങ്കിൽ നല്ല ഹീറ്റ് വേണം. ഇതിൽ വേറെ ഒരു പ്രിസർവേറ്റീവ് സോഡോ ഒന്നും ഉപയോഗിക്കുന്നില്ല. ഉപ്പും വെള്ളവും മാത്രമേ ഉള്ളൂ. പിന്നെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുമ്പോഴുണ്ടല്ലോ കുറച്ച് ബട്ടറോ ഗീയോ ഒക്കെ തടകി കൊടുക്കുക കേട്ടോ, ആവശ്യമുണ്ടെങ്കിൽ. കാരണം ആ ബട്ടർ നമ്മൾ ഇവിടെ ദാൽ കറി ഉണ്ടാക്കുന്നുണ്ട്, ഞാൻ ഒരെണ്ണം അതിൽ ചേർക്കുന്നുണ്ട്. അപ്പോൾ ആവശ്യമുണ്ടെങ്കിൽ ചപ്പാത്തി ചേർത്താൽ മതി. എപ്പോഴും ഞാൻ ഓരോ ഐറ്റം കാണിക്കുമ്പോൾ അതിൻ്റെ കൂടെയുള്ള കോമ്പിനേഷനുള്ള കറികളൊക്കെ കാണിക്കാൻ പറ്റാത്തത് എന്താണെന്നോ, ഞാൻ പുതിയ ആളായതുകൊണ്ട് വീഡിയോ ഒന്നും അധികം ആരും കാണുന്നില്ല. അപ്പോൾ വളരെ ലോങ്ങായി പോയാൽ നിങ്ങൾ കണ്ടില്ലെങ്കിലോ എന്ന് ഓർത്താണ് ഷോർട്ട് ഇത് കാണിക്കുന്നത്. പക്ഷേ അതുകൊണ്ട് എന്താണെന്നറിയോ, അതിൻ്റെ ആ കറക്റ്റ് ഇത് ചെയ്യാനുള്ള സമയം കിട്ടുന്നില്ല. ഇനി നിങ്ങൾ കാണുകയും സബ്സ്ക്രൈബൊക്കെ ചെയ്താൽ നിങ്ങൾക്ക് എല്ലാ ഐറ്റവും ഓരോന്നായിട്ട് കിട്ടും കേട്ടോ. അതെന്താ എല്ലാവരും കാണണം. അത്രയും നിങ്ങൾക്ക് വേണ്ടി സേഫ്റ്റിയായ ഫുഡാണ് ഞാൻ കാണിക്കുന്നത്. ഇത് മുരിങ്ങയിൽ വെച്ചിട്ടൊരു ദാൽ കറിയാണ്. അപ്പം ഇത് പെട്ടെന്ന് കാണിക്കാൻ വേണ്ടിയാണ് ദാൽ കറി ഉണ്ടാക്കിയത്. കുറുമ, അതുപോലെ തന്നെ ബട്ടൂര, ചെന്ന മസാലയൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട്. അതെല്ലാം കാണണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യണം.
ബെൽ ബട്ടൺ അമർത്തി ഓള് പ്രസ് ചെയ്യണം. ഇതാ നമ്മുടെ പരിപ്പ് കറി റെഡി ആയിട്ടുണ്ട്. പരിപ്പ് വേവിക്കുക, കടുക് തളിക്കുമ്പോൾ ജീരകം ഇഷ്ടമുള്ളവർ ചേർക്കുക, കായപ്പൊടി ചേർക്കുക. പിന്നെ ചീരയിൽ നന്നായി വെന്തിട്ട് വേണം കേട്ടോ കഴിക്കാൻ.